കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 4 പ്രസിഡന്റുമാരുണ്ടായിരുന്ന പഞ്ചായത്താണ് മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്ത്. അവിശ്വാസ പ്രമേയവും കാലുമാറ്റവുമെല്ലാം ഈ 5 വർഷത്തിനിടയിൽ പലതവണ അവിടെ നടന്നു. പലതവണ ഭരണമാറ്റവും സംഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നിലവിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDFന്റെ ഭാഗമായി ജയിച്ച ഒരു അംഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്തുണച്ചു. ചുങ്കത്തറയ്ക്കും പറയാനുണ്ട് കഥ. ജംഷീർ പറയും ആ കഥ. 2020 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 20-അംഗ ഭരണസമിതിയിൽ ചുങ്കത്തറ പഞ്ചായത്തിൽ 10 വീതം UDFനും LDFനും അംഗങ്ങൾ വന്ന ബലാബലത്തിൽ നിൽക്കുമ്പോഴാണ് നറുക്കെടുപ്പിലൂടെ UDF അധികാരത്തിൽ വരുന്നതും വൈസ് പ്രസിഡന്റും പ്രസിഡന്റ് സ്ഥാനവും UDFന് ലഭിക്കുന്നതും. പിന്നീട് 2 വർഷത്തോടടുക്കുമ്പോഴാണ് PV അൻവറിന്റെ ഇടപെടലിലൂടെ UDF സ്വതന്ത്രയായിരുന്ന നജുമുന്നിസ LDF പക്ഷത്തേക്ക് വരുന്നത്. ഇതോടെ കക്ഷിനില UDF 9ഉം LDF 11ഉമായി. ഇതോടെ ഭരണം വീണ്ടും LDFിലേക്കായി. പിന്നീട് കൂറുമാറ്റത്തിനെതിരെ UDF കേസ് നൽകി. ഏതാണ്ട് 1 വർഷത്തിന് ശേഷം കൂറുമാറിയ നജുമുന്നിസയ്ക്ക് സ്ഥാനം നഷ്ടമായി. നറുക്കെടുപ്പ് നടന്നപ്പോൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും UDFന് കിട്ടി. അങ്ങനെ അവർ ഭരിച്ചു പോകുന്ന സമയത്താണ് UDFൽ ഒരാൾ കാല് മാറിയിട്ട് LDFനൊപ്പം ചേർന്നു. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. UDF പ്രസിഡന്റിനെ മാറ്റി അവർ ഭരണത്തിൽ വന്നു. പക്ഷേ ഞങ്ങൾ അതുകൊണ്ട് വിട്ടില്ല. അവരൊക്കെ ചെയ്യുന്നത് പോലെ അക്രമമാന്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നമ്മൾ നിയമത്തിന്റെ വഴിയിൽ പോരാടി കൂറുമാറ്റ നിയമത്തിന്റെ ഇതിൽ കോടതിയിൽ പോയി അവരെ അയോഗ്യയാക്കി. തുടർന്ന് വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. 10 വോട്ടുകൾ നേടി CPMലെ TP റീന പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ UDFന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയാതെ പോയിട്ടുണ്ട്. സ്വാഭാവികമായി അങ്ങനെ മെമ്പർമാർ തമ്മിലോ പ്രസിഡന്റുമായിട്ടോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് അതത് മുന്നണിയുടെ രാഷ്ട്രീയ നേതൃത്വമാണ്. അതിലിടപെടാനോ അത് പരിഹരിക്കാനോ എന്താണ് വിഷയം എന്നുള്ളത് അന്വേഷിച്ചറിയാനോ ഒരു തയ്യാറാവാത്തതിന്റെ ഭാഗമായി നിലവിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് UDFന്റെ ഭാഗമായി മത്സരിച്ച് ജയിച്ച ഒരംഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്തുണച്ചു. അങ്ങനെ നിലവിലുണ്ടായിരുന്ന UDFന്റെ പ്രസിഡന്റ് അധികാരത്തിൽ നിന്ന് പുറത്തുപോയി കഴിഞ്ഞ് 1 വർഷം പുതിയ പ്രസിഡന്റ് ഇടതുപക്ഷത്തിന്റെ സഹായത്തോടു കൂടി പഞ്ചായത്തിൽ ഭരണം നടത്തി. അവസാനമായി ഏതാണ്ട് 7 മാസങ്ങൾക്ക് മുൻപാണ് CPM സ്വതന്ത്രയായിരുന്ന നുസൈബ സുധീർ UDFന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നതും UDFനൊപ്പം നിൽക്കുന്നതും. ഇതോടെ പഞ്ചായത്തിലെ കക്ഷിനില വീണ്ടും മാറിമറിഞ്ഞു. LDF 9 UDF 11 എന്ന നിലയിലേക്കായി. ഇതോടെ CPM പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന TP റീനയ്ക്ക് സ്ഥാനം നഷ്ടമായി. വീണ്ടും UDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നിലവിൽ വന്നു. ഈ സംഭവം വലിയ സംഭവ വികാസങ്ങൾക്കായിരുന്നു അന്ന് ചുങ്കത്തറ പഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചിരുന്നത്. നേരത്തെ UDFൽ നിന്ന് LDFിലേക്ക് ഭരണം പിടിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയ അതേ PV അൻവർ തന്നെ ചുങ്കത്തറ പഞ്ചായത്ത് LDFൽ നിന്ന് UDFിലേക്ക് നേടുന്നതിലും നിർണായക പങ്കുവഹിച്ചു എന്നത് രാഷ്ട്രീയ കൗതുകമാണ്. നേരത്തെ 20 വാർഡുകളാണ് ചുങ്കത്തറ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ 2 വാർഡുകൾ കൂടി കൂടിയിട്ടുണ്ട്. 22 വാർഡുകളായിട്ടുണ്ട്. പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഇരു മുന്നണികളും. നിലമ്പൂർ ചുങ്കത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്ന് അനുരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.